ഹെൻറി ബേക്കർ കോളേജിൽ സ്മാരക പ്രഭാഷണവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. മലയാള ഭാഷയുടെ വളർച്ചയിൽ മിഷണറിമാരുടെ പങ്ക് വലുതെന്ന് ഡോക്ടർ എതിരൻ കതിരവൻ അഭിപ്രായപ്പെട്ടു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ നടന്ന റെവറൻഡ് ഹെൻറി ബേക്കർ സ്മാരക പ്രഭാഷണത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വളരെ അന്വർത്ഥമായ ഒരു വിഷയമാണിത്. കാരണം ഇത് ഭാഷയുടെ മണ്ണാണ്. ഈ ബേക്കർ കുടുംബം മൊത്തം ഭാഷയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിറകുടങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നെക്കാളും സീനിയർ ബേക്കർ, ഇത് ജൂനിയർ ബേക്കറിൻ്റെ അച്ഛനാണ്. ഫോട്ടോയിൽ കാണുന്ന ജൂനിയർ. ഇവിടെ ഇന്ന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചത് മകനാണ്. വേറൊരു മകനുമുണ്ട്. ഈ 3 പേരും ഇവിടെ ജനിച്ചവരാണ്. ഇവിടെ 2 പേരും ഇവിടെ ജനിച്ചതാണ്. പക്ഷേ സീനിയർ ഡോക്ടർ ഇവിടെ ജനിച്ചതല്ല. വാസ്തവത്തിൽ ഇവർക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ മരിക്കേണ്ട യാതൊരു കാര്യവുമില്ലാതെ, പക്ഷേ അവരുടെ ജീവിത വീക്ഷണം മറ്റൊന്നായതുകൊണ്ടാണ് ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിൻ്റെ നെടുന്തൂണുകളായി മാറിയവരാണ് അവർ. 1817 CMS കോളേജ് സ്ഥാപിച്ചതെന്ന് വിചാരിക്കണം. ആദ്യത്തെ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആംഗ്ലിസൈസ്ഡ് അല്ലെങ്കിൽ മോഡേണൈസ്ഡ് കോളേജായിരുന്നു CMS കോളേജ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ സീനിയർ ഹെൻറി ബേക്കറിൻ്റെ ഭാര്യ അമേലിയ ബേക്കർ, അവരും ഒട്ടും പുറകോട്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കർമ്മ പദ്ധതികൾ നമ്മൾ സംസ്കാരത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകിയിട്ടുള്ളത് അപാരമായ ചില പ്രത്യേകതകളാണ്. സ്കൂൾ സ്ഥാപിക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എന്നിവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് ജാതി ഏത് മതം എന്ന് നോക്കാതെ വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ ഉന്നതങ്ങളിലെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ജീവിതോദ്ദേശം. ഈ മണ്ണിൽ അവർ ഇന്ത്യക്കാരല്ല എന്ന് വിചാരിക്കണം. ഈ മണ്ണിൽ അവർ കെട്ടടങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്, ഈ മണ്ണിൽ വിലയിക്കാനാണ് അവർ തീരുമാനിച്ചതെന്ന് ഓർക്കുന്നത്. നമുക്കത് പറ്റില്ല. നമ്മൾ വേറൊരു മണ്ണിൽ പോയി നമ്മൾ വേറൊരു മണ്ണിൽ പോയി ജോലി ചെയ്യും. പക്ഷേ അവിടെ പോയി ആ മണ്ണിൽ വിലയിക്കാൻ നമ്മൾ തയ്യാറാവുമോ? സംശയമാണ്. പക്ഷേ ഇങ്ങനെ മഹാന്മാർ വെട്ടിത്തെളിച്ച് വഴിയിലാണിത്. ഇതൊരു കാനനപാതയായിരുന്നു എന്നുള്ളത് അറിയാം. അതിമനോഹരമായ ഇലവേഴ പൂഞ്ചിറ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ മനോഹരമായ ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു 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 സരസ്വതി ക്ഷേത്രം തന്നെ നിർമ്മിക്കുവാൻ ഇതിന് തോന്നിയ മാനേജ്മെൻറ്റിനോട് പ്രത്യേകം എൻ്റെ ആദരവുകൾ അർപ്പിക്കുന്നു. അതിന് താമസിയാതെ ഞാൻ എൻ്റെ ഈ വിഷയം എടുക്കാമെന്ന് വെച്ചാൽ ഇത് മലയാള ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മലയാള ഭാഷ ഇവരുടേത് കൂടിയാണ്. ബേക്കർ കുടുംബത്തിൻ്റേത് കൂടിയാണ്. അതിലേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആധുനിക മലയാളത്തിൻ്റെ നിർമ്മിതിയുടെ പുറകിൽ ബേക്കർ കുടുംബത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മലയാള ഭാഷയുടെ വികാസത്തിൽ പാതിരി മലയാളവും CMS മിഷണറിമാരും ഹെൻറി ബേക്കർ കുടുംബവും വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം, രാമപുരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ക്രൈസ്തവ പാരമ്പര്യം ഭാഷയെ സമ്പന്നമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കോളേജ് മാനേജറും CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പുമായ റെവറൻഡ് VS ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ KG ഡാനിയൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ GS എന്നിവർ സംസാരിച്ചു. നമ്മുടെ കോളേജ് ഈ ഒരു ഗ്രാമീണ തനിമ, ഞാൻ ഈ ഗ്രാമീണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ടൗണിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു കപടതയുണ്ട്, പട്ടണത്തിന് അതിനൊരു കപടതയുണ്ട്, ഗ്രാമത്തിന് കപടതയില്ല. അതാണ് ഗ്രാമീണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വികസനമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മളിലുള്ള നന്മയെ നിലനിർത്താൻ എന്നുള്ള അർത്ഥത്തിലാണ്. ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാൽ അത് പറ്റത്തില്ല. കാരണം അവിടെ കുറേ കാപട്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം കപടമില്ലാതെ ഇവിടെ നിന്ന് കരുത്താർജിച്ചാൽ ടൗണിൽ നമുക്ക് ജീവിക്കാം. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു തട്ടാൻ്റെ മനസ്സിലുണ്ടായ ഇന്നോവേറ്റീവ്, ഒരു ന്യൂനെസ്, ഒരു പുതിയ ചിന്ത ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതിൻ്റെ വിവരണങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, 1440 ജർമ്മനിയിൽ ജീവിച്ചിരുന്ന
ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന തട്ടാൻ. സ്വർണവും അല്ലെങ്കിൽ ആഭരണങ്ങളും ധാരാളം ഉണ്ടാക്കി ജീവിച്ച മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് വളയും കമ്മലും ഒരുപക്ഷെ മാലയും എല്ലാം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ജർമ്മൻ ലെറ്റർ എനിക്ക് ഈ അച്ചിൽ ഉണ്ടാക്കിക്കൂടാ എന്ന ഒരു പുതിയ ചിന്തയാണ് അച്ചടി അല്ലെങ്കിൽ മൂൾ ടൈപ്പ് അച്ചടി യന്ത്രം ഈ ലോകത്തിൽ ഉണ്ടാകാൻ കാരണമായതെന്ന് നാം അറിയുന്നു. അതിൻ്റെ ഫലമായി അക്ഷരങ്ങളിലൂടെ ആദ്യമായി പ്രിന്റിംഗ് ടെക്നോളജിയുടെ വേദപുസ്തകം കയ്യിലെത്തിയ നാളുകളിൽ യൂറോപ്പിലെ വിവിധയിടങ്ങളിലേക്ക് വേദപുസ്തക അതാത് ഭാഷകളിൽ വ്യാപിക്കുകയും ലോകത്തെ മുഴുവൻ സൗഖ്യദായകമായ വിജ്ഞാനത്തിൻ്റെതായ അതിലുപരി സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഒരുമിപ്പിക്കണമെന്ന ദൗത്യം ഏറ്റെടുത്ത ആ ജനതയാണ് മിഷണറിമാർ. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ നാം തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിന് അത് മാറ്റിവെച്ച കാർഷിക വിപ്ലവവും വ്യവസായ വിപ്ലവവുമെല്ലാം അതിൻ്റെ മാറ്റങ്ങളുടെ അനന്തരാവകാശികളായി നാം ഓരോരുത്തരും മാറിയിരിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ ഇന്നും പഠിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അതിലുപരിയായി ഈ ലോകത്തെ സ്വാധീനിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആദരണീയനായ ഡാനിയൽ തിരുമേനി, നമ്മുടെ ഈ നല്ല പ്രോഗ്രാമിന് നല്ലൊരു പ്രഭാഷണം നടത്തിയ ഡോക്ടർ ഈതിരൻ കതിരവൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പൂർവ്വ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സന്തോഷമുണ്ട്. എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ 1983-85 ബാച്ചിൽ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് 41 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞുപോയി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കോളേജുമായി വളരെ നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഒരു വർഷം ഏതാണ്ട് 12ഓളം പ്രോഗ്രാമുകളിലെങ്കിലും ഈ കോളേജിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. 81 മുതൽ 87 വരെയുള്ള ആദ്യകാല ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത, പൂർവ്വ അധ്യാപകർ ഉൾപ്പെടെ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമില് ഇവിടെ വന്ന മുഴുവൻ ആൾക്കാരും പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിലെ എന്ന പോലെ പഠിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ ഏക വിദ്യാലയം ഹെൻറി ബേക്കർ കോളേജ് ആണ് എന്ന് ഇവിടെ വന്ന 500 പേരും സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ആദരണീയനായ തിരുമേനിയും ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും എല്ലാം കണ്ടതാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കോളേജുകൾ വളരെ ചുരുക്കമാണ്. ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ ദിവസവും വിവിധങ്ങളായ പ്രോഗ്രാമുകളുമായി കടന്നു ചെല്ലാറുണ്ട്. പക്ഷേ ഹെൻറി ബേക്കർ കോളേജിൽ വരുമ്പോൾ ഉള്ള ഒരു അനുഭവം, ഒരു പോസിറ്റീവ് എനർജി, അല്ലെ ആ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ, അല്ലെ പ്രിൻസിപ്പൾ നമ്മളെ സ്വീകരിക്കുന്ന കാണുമ്പോൾ, ഈ 3 ജില്ലയിലുള്ള വേറൊരു സ്ഥാപനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഹെൻറി ബേക്കർ കോളേജിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകർ നമുക്കറിയാം, ഇന്ന് പലരും എത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തോടുള്ള സ്നേഹമാണ് അവരൊക്കെ ഇങ്ങനെയൊരു യാത്രയയപ്പ് സമ്മേളനത്തിൽ അല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പൂർവ്വ അധ്യാപകരെ മുഴുവൻ ആദരിച്ചിരുന്നു. ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഫോണിൽ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ പൂർവ്വ അധ്യാപകര് വരുവാൻ സാധിക്കുന്ന, ഏറ്റു നടക്കുവാൻ സാധിക്കുന്ന മുഴുവൻ അധ്യാപകരും ഇവിടെ വന്ന് ആ ഒരു പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുത്തു. ഇന്ന് നമുക്കറിയാം, 10:30 തുടങ്ങിയ ഈ പരിപാടി ഇപ്പോൾ 1:10 ഇരുന്ന് ആരും ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന്, കസേരയിൽ നിന്ന് ഇതുവരെ ഏക്കാതെ മുഴുവൻ സമയം പങ്കെടുത്തവരാണ് നമ്മൾ ഇരിക്കുന്ന മുഴുവൻ പേരും. ഈ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ കോളേജിനെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് പിരിയുന്ന 2 അധ്യാപകര്, ഡോക്ടർ വീണ മിസ്സും അതുപോലെ തന്നെ ഡോക്ടർ ഡോണായും, ഇവർ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങളുടെ കൂടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും കൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതിനായി നിങ്ങൾ സമയം കണ്ടെത്തണം. നമുക്ക് ഈ കോളേജിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെ സഹകരണം ഉണ്ടെങ്കിൽ സാധിക്കും. അതിന് നമ്മുടെ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ തിരുവേദിയുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് മുന്നേറാം. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വേറെ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഏതാണ്ട് 12ഓളം മീറ്റിങ്ങുകളിൽ ഈ കോളേജിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഞാൻ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നല്ല ഈ ഒരു കോളേജിന് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി എല്ലാവർക്കും കൂടെ ഈ കോളേജിനും പ്രിൻസിപ്പളിനും നമ്മുടെ മാനേജർ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹിസ്റ്ററി ക്ലാസ് തുടങ്ങി. അത് ഒരു ശരിക്കും ഒന്ന് ഷേപ്പിലാകാൻ കുറേ സമയമെടുത്തു. അപ്പോഴാണ് ഈ 2 പേര്, ഈ 2 സുന്ദരികൾ ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വന്നു. അവർ 2 പേരും ആ 2 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയതായിട്ടുള്ള അതിശ്രേഷ്ഠമായ
സേവനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അത് പ്രത്യേകിച്ചും ഒരു സൗഭാഗ്യമായിരുന്നു എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമതലയുണ്ടായിരിക്കുക, അവിടെ ശരിക്കും ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു. ഇത് കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചു ബീനാമസിൻ്റെ സെൻറ്റ് ഓഫിൽ കുട്ടികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോണാമസിനോട് ഒരിക്കലും എനിക്ക് ക്ലാസ്സിൽ പോയി ടീച്ചർ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. സ്വന്തം കർത്തവ്യം അത് തിരിച്ചറിഞ്ഞ് വളരെ ആത്മാർത്ഥതയോടെ ഫുൾഫിൽ ചെയ്ത ഒരു ടീച്ചറാണ്. കാണുന്നത് ഞാൻ ഒന്നും പറയാതെ ഡോക്ടർ ഇതിരവിന് എൻ്റെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം നന്ദിയോടെ ഓർക്കട്ടെ. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഈ കലാലയത്തിന് പ്രത്യേകിച്ച് അധ്യാപകരായി നേതൃത്വം നൽകിയ ബീന പോൾ, ഡോണ എന്നീ അധ്യാപകരുടെ സേവനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അവരെപ്പറ്റി ഓർക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ ഡോക്ടർ ഗിരീഷ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ സ്വന്തം കുഞ്ഞുങ്ങളായി കണക്കാക്കിയ അധ്യാപകരായിരുന്നു അവർ. രണ്ടാമതായിട്ട് ഞാൻ കണ്ടത് അവർ തന്നെ വളരുന്ന ഒരു മാതൃക കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഡോണ ഇവിടെ, ഡോക്ടർ ബീന ഇവിടെ വന്നപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അധ്യാപന കാലത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു. ഞാൻ 10-12 വർഷം പ്രവർത്തിച്ചപ്പോൾ എല്ലാ അധ്യാപകരും പറയാം, യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ്. എൻ്റെ അച്ഛന്മാരോട് ഞാൻ പറയുമായിരുന്നു, സോഷ്യലി റെലവൻറ്റ്, പ്രൊഫഷണലി കോമ്പിറ്റൻറ്റ് ആൻഡ് സ്പിരിച്വലി അലൈവ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഡോണായും അപ്രകാരം ഔദ്യോഗികമായിട്ട് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപികയാണ് എനിക്കറിയാം. മൂന്നാമതായിട്ട് ഞാൻ കണ്ട ഒരു വളരെ മഹത്തായ കാര്യം, ദേ ആർ പ്രൗഡ് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ. ഒരു മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചിലപ്പോഴൊക്കെ വളരെ വേദന തോന്നിയിട്ടുണ്ട്. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒന്ന്, ഈ കോളേജിൽ അധ്യാപനം ചെയ്ത് ജീവിതത്തിൻ്റെ നല്ല മാർഗങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ ഹെൻറി ബേക്കർ കോളേജിലാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും പറയാൻ ലജ്ജിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഈ അധ്യാപകർ ഈ കോളേജിനെ പറ്റി അഭിമാനമുള്ളവരായിരുന്നു. അതെന്നും ഉണ്ടായിരിക്കണം, പിരിഞ്ഞാലും ഉണ്ടാകണം എന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമതായിട്ട്, ഒരു കുട്ടി ഈ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ പറഞ്ഞടാ, നീ എന്തിനാ ഈ കോളേജിലേക്ക് വേറെ നല്ല കോളേജിൽ പോകാൻ മേലെ? ഒരു അധ്യാപിക പറഞ്ഞാൽ ഇപ്രകാരമാണ് ഞാൻ കൊടുക്കുന്ന ഒരു പ്രതികരണം. എന്നാൽ ഈ 2 പേരും ഈ കോളേജിനെ പറ്റി അഭിമാനത്തോടു കൂടി പ്രവർത്തിച്ചു. നാം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നാം ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനമില്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. എൻ്റെ സംസാരം അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതിലുപരി ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് തന്നെ കുറേ സമയമായി, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ് ഈ ക്യാമ്പസ്. പ്രിയപ്പെട്ട ബീനാമിസും ഡോണാമിസും ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിവിടെ ഈ കോളേജിലെ ഹിസ്റ്ററി ബാച്ചിലെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥിയായി 30 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടത് ഹിസ്റ്ററി അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഈ കോളേജിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി വളരെ കൃത്യമായി റെഗുലറായി എല്ലാ ജനുവരി 26-നും ഞങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ അലുമിനി അസോസിയേഷനിവിടെ കൂടാറ്. അത് വലിയ അഭിമാനബോധത്തോടുകൂടിയാണ് ഞങ്ങൾ എപ്പോഴും കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം, ഈ കോളേജിലേക്ക് കടന്നു വന്ന പല ചടങ്ങുകളിലും അതിനേക്കാളൊക്കെ ഉപരി ഇന്നുണ്ടായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ പഠിച്ച ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട
എൻ്റെ അധ്യാപകർ, ഒരുപാട് അധ്യാപകർ, ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം നടത്താനുള്ള ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 1998 ഡിഗ്രി പഠനം പൂർത്തിയാക്കി തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും LLB ബിരുദമെടുത്ത് ഈരാറ്റുപേട്ട, പാലാ, കോട്ടയം കോടതികളിൽ പ്രാക്ടീസ് ചെയ്ത് വരവേ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറായും നഗരസഭാ കൗൺസിലറായും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു നഗര ഭരണ സംവിധാനത്തിൻ്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ഭാരിച്ചമുള്ള ഒരു ഉത്തരവാദിത്തത്തിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ എളിയ സഹോദരൻ, നിങ്ങളുടെ വിദ്യാർത്ഥി, നിങ്ങളുടെ കൂടപ്പിറപ്പായി കണ്ടുകൊണ്ട് എനിക്കുണ്ടാവണമെന്ന ഈ അവസരത്തിൽ താഴ്മയായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ റിട്ടയർ ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട ബീന മിസ്സിന്, ഡോണ മിസ്, ഞങ്ങൾ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഗംഭീരമായ ഒരു റിട്ടയർമെൻറ്റ് പ്രോഗ്രാം കഴിഞ്ഞ മാസം ഇവിടെ നൽകിയിരുന്നു. ഏതായാലും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. എന്നുള്ളത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതായ കാര്യമാണ്. ദൂരെയായിരുന്നതായ നമ്മുടെ മക്കളോ മാതാപിതാക്കളോ, മക്കൾ ഹോസ്റ്റലിൽ നിന്നും മാതാപിതാക്കൾ ജോലി സ്ഥലത്ത് നിന്നും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്നതായ കാര്യമാണ്. അവർ കുറേ നാളുകൾ ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ താമസിച്ച ശേഷം പോകാനായി പടിയിറങ്ങുന്നത് കാണുമ്പോൾ നമുക്കെല്ലാം വളരെയധികം സങ്കടവും വിഷമവും തോന്നും. അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രമാത്രം ശക്തമാണോ അത്രയധികമായിരിക്കും നമ്മുടെ മനസ്സിലെ വിഷമവും ഭാരവും ദുഃഖവുമെല്ലാം. അവരിപ്പോൾ പോകണ്ടായിരുന്നു, കുറച്ച് നാളുകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോൾ പോകണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞു പോകാമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ 30-ലേറെ വർഷം കോളേജിൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്ന അധ്യാപകരായിരുന്ന ഡോക്ടർ ബീന പോളും, എല്ലാവരും വിളിക്കുന്ന രീതിയിൽ ഡോക്ടർ ഡോണ മിസ്സും അല്ലെങ്കിൽ ഡോണ സെബാസ്റ്റ്യനും കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകാൻ ഒരുങ്ങുമ്പോൾ വീട്ടിൽ വന്നതായ പ്രിയപ്പെട്ടവർ പോകാനായി തിരികെ അവരുടെ ജോലിസ്ഥലത്തോ ഭവനങ്ങളിലോ പോകാനായി ഒരുങ്ങുന്നതായ പടിയിറങ്ങുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നതായ വീട്ടുകാരുടെ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും, വീട്ടിലുള്ളവരുടെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ഇത്രയും നാൾ കോളേജ് ക്യാമ്പസിലും സ്റ്റാഫ് റൂമിലും ക്ലാസ് മുറിയിലും കണ്ടതായ മുഖം, കണ്ടതായ പുഞ്ചിരി, കേട്ടതായ ശബ്ദം, ക്ലാസ് റൂമിൽ കേട്ടതായ അറിവിൻ്റെ ശബ്ദങ്ങൾ, ബന്ധങ്ങളുടെ സൗഹൃദത്തിൻ്റെ മൊഴികൾ, സ്നേഹവുമൊക്കെ അടുത്ത അധ്യയന വർഷം മുതൽ നഷ്ടപ്പെടുമെങ്കിലും അതെല്ലാം സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്, ഇരട്ടിയായി ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷവും ആഹ്ലാദവും തരുന്നതായ കാര്യമാണ്. അവരൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് ബുദ്ധി, പ്രത്യേകിച്ച് ഈ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ സർവ്വസാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ പല തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയും പ്രത്യേകിച്ച് നാക് അക്രഡിറ്റേഷൻ സമയത്ത് ക്രൈറ്റീരിയ 1 ആയിരുന്നു ടീച്ചർ കൈകാര്യം ചെയ്തത്. എൻ്റെ ഓർമ്മ ക്രൈറ്റീരിയ 1 ഏറ്റവും കരിക്കുലർ ആസ്പെക്ട് ഏറ്റവും പ്രധാനമായ ഒരു മേഖലയാണ്. അതിൽ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് ഇന്നോവേറ്റീവായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ടെക്നിക്കൽ നോളജ് എനിക്കില്ല സാറേ, അതുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനോ കോപ്പി ചെയ്യാനോ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രാഗൽഭ്യമില്ല. അതിന് സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ഡോക്ടർ നിഷയൊക്കെയാണ് കൂടെ നിന്ന് മുഴുവൻ സമയം കാര്യം ടീച്ചറിനെ സപ്പോർട്ട്. എന്തായാലും മുഴുവൻ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി നല്ല രീതിയിൽ ചെയ്യാൻ ടീച്ചർ എന്നും ശ്രദ്ധാലുവായിരുന്നു. ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ സർവകലാശാലത്തിൽ ഡോക്ടർ ബീന അപ്പോഴും ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു, PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിരുന്നു. അതുപോലെ ടീച്ചറും വാല്യുവേഷൻ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കോളേജിനും യൂണിവേഴ്സിറ്റിയും ഒക്കെ നല്ല രീതിയിലുള്ള സംഭാവന നൽകിയ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോണ ടീച്ചറിനെ ഒരുപാട്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
എന്ന് വിളിക്കുന്ന ഞങ്ങൾക്ക് പോലും അറിയാതിരുന്ന ചില ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പൊരു കൗതുകം എനിക്ക് തോന്നിയത് ഈ എതിരൻ കതിരവൻ എന്നുള്ള പേരിലൂടെയാണ് ഞാനത് വായിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ജനറ്റിക്സ് എന്താ? അതെല്ലാവരും ചോദിക്കും ചോദ്യം. അത് വലിയ രഹസ്യമൊന്നുമില്ല. എതിരൻ കതിരവൻ എന്നുള്ള പേര് പെരുന്ന അമ്പലത്തിലെ 12-ാം നൂറ്റാണ്ടിലെ ഒരു ശാസനമുണ്ട്. നമ്മൾ ശാസനങ്ങൾ സംസാരിച്ചു. ആ ശാസനത്തിലുള്ള ഒരു പേരാണ് അത്. ഞങ്ങളുടെ തായ്വഴിയിലുള്ള ഒരു പേരാണെന്നാണ് വിശ്വാസം. ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പേരെടുക്കണമെന്നാണ് ബ്ലോഗ് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ആൾ, തൃശ്ശൂരുകാരൻ സിബു ജോണി. ഈ വരമൊഴി, ഇപ്പം മലയാളം എഴുതുന്ന വരമൊഴി കണ്ടുപിടിച്ച ആൾ സിബു എന്നോട് പറഞ്ഞു, വിശാല മനസ്കെന്നൊക്കെയുള്ള പേര് കത്തിക്കയറുന്ന സാധനമാണ്, ഒറിജിനൽ പേരും കൊണ്ട് വന്നേക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എളുപ്പത്തിൽ തോന്നുന്ന കൗതുകകരമായ പേരാണ്, ഞങ്ങളുടെ തായ്വഴിയിലുള്ളതെന്നാണ് ശ്രീധര മേനോനും ഇളങ്കുളം കുഞ്ഞമ്പിള്ളയും അവരുടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഞങ്ങളുടെ അമ്മയുടെ വീട്ടുപേരായ തറവാട്ട് പേരായ ഞാവക്കാട്ട് എന്നത് ഈ ശാസനത്തിലുണ്ട്. അതുകൊണ്ട് എതിരൻ കതിരവൻ ഞങ്ങളുടെ തായ്വഴിയിലുള്ള, അക്കാലത്ത് ഞങ്ങൾക്ക് രാജഭരണം മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നത് വരെ ഞങ്ങൾക്ക് രാജഭരണം ഉണ്ടായിരുന്നു, നാടുവാഴികളായിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ആ ലീനിയേജിലുള്ള ഒരു നാടുവാഴിയാണ് ഇദ്ദേഹം. തിരുവൻമണ്ടൂർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോട്ടയത്തടുത്തൊരു തിരുവൻമണ്ടൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ അമ്പലത്തിലെ ശാസനത്തിലുമുണ്ട് എതിരൻ കതിരവൻ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു പേര് എടുത്തു എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് മറന്നു പോവുകയില്ല. എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ എന്നായിരുന്നു. ഞാനും ഓർക്കും ഏത് സതീഷ് ചന്ദ്രൻ, വേറെ 8 പേരുണ്ടെന്ന് പറയും. സതീഷ് ചന്ദ്രൻ നല്ല എൻ്റെ പേര്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എതിരൻ കതിരവൻ എന്നുള്ളത് നല്ല പേരല്ലേ? താങ്ക് യു. ഇന്നത്തെ മലയാളം രൂപപ്പെടുത്തൽ വൻ സ്വാധീനം പാതിരി മലയാളത്തിനോട് ആദ്യം നമ്മൾ നികൃഷ്ടമെന്ന് വിചാരിച്ച് എന്ന് വിളിച്ചിരുന്ന ഇഴഴ്ത്തിയിരുന്ന പാതിരി മലയാളത്തിൽ നിന്നാണ് ഇന്നത്തെ മലയാള ഗദ്യം ഒരു ഭാഗികമായെങ്കിലും ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഭാഷകൾ വരുന്നത്? എവിടെയാണ് അതിൻ്റെ കേന്ദ്രങ്ങൾ? നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ, കോട്ടയം, രാമപുരം, അല്ലെങ്കിൽ പള്ളുരുത്തിയും കേരളത്തെ, ഇവിടെ നിന്നൊക്കെയാണ് ആധുനിക മലയാളം. നമ്മളത് വടക്കര സമ്മതിച്ചല്ല. തൃശ്ശൂരുകാരും തൃശ്ശൂരിന് വടക്കോട്ടുള്ളവർ പറയുന്നത് ഭാഷ ഞങ്ങൾ രൂപീകരിച്ചാൽ നിങ്ങളെന്താ, നിങ്ങളുടെയാണോ ഭാഷ? അല്ല, കോട്ടയം രാമപുരം ഒക്കെ ആയിട്ട് വികസിച്ച് വന്ന ഭാഷയാണ് നമ്മുടെ മലയാളം എന്നുള്ളത്. നമ്മൾ കൈയടിക്കുവിൻ മക്കളെ. നമ്മുടെ ഭാഷയാണ്, നമ്മൾ ഈ കോട്ടയം രാമപുരത്തുകാരുടെ ഭാഷയാണ് പിന്നീട് ഗദ്യസാഹിത്യത്തിൽ വികസിച്ച് വന്നെന്നുള്ളതാണ് സത്യം. CMS പ്രസ്ഥാനം, ബെയ്ലി ബേക്കർ, ടിറ്റ് എന്നിവരിലൊക്കെ മലയാളം എന്ന വ്യാപകമാക്കി. ഹെൻറി ബേക്കർ അത് ഉറപ്പിച്ചെടുത്തുകൂടിയാണ് CMS പ്രസ്ഥാനത്തിൻ്റെ കാതൽ. ഇവിടെയാണ് അതിൻ്റെ സാങ്കത്യം. ചരിത്രം നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു അവസരമാണ്. യെസ്, ഓക്കെ. ഇതിൻ്റെ കൗതുകം, മലയാളം വ്യവഹാര ഭാഷയെ ഉറപ്പിച്ചെടുത്തത് മലയാളിയല്ല എന്നുള്ളത് മിഷനറിമാരാണ്. അവർ മലയാളികളായിരുന്നില്ല. മലയാളം എന്നുള്ള വാക്കുറപ്പിച്ചെടുത്ത് ഒന്നെങ്കിൽ ഹെർമൻ ഗുണ്ടസാണ്, അല്ലെങ്കിൽ ഹെൻറി ബേക്കറാണ്. നമ്മളല്ല എന്നുള്ളത് ഓർക്കുക. നമ്മുടെ ഭാഷയാണോ മലയാളം? നമ്മുടെ ഭാഷയാണ് മലയാളം. പക്ഷേ ഇവരാണ് ഇത് നമ്മുടെ ഭാഷയാക്കി മാറ്റിയെന്നുള്ളത് വിസ്മയകരമാണ്. അത് ഓർക്കാനുള്ളൊരു വേളയാണ് ഇത്. താങ്ക് യു. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയമുണ്ടോ എന്നറിയാൻ വയ്യ. നമ്മുടെ പ്രിൻസിപ്പൽ സാർ തീരുമാനിക്കുന്നതാണ് സമയമുണ്ടോ എന്നുള്ളത്. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ മൈക്ക്. സംസ്കൃതം മലയാളത്തെ വിഴുങ്ങാൻ ശ്രമിക്കുകയും മജോറിറ്റി വാക്കുകളും സംസ്കൃതത്തിൻ്റെ വാക്കുകളും മലയാളത്തിൽ കടന്നു കയറിയും അതിൽ നിന്നൊരു പിടുത്തം വിട്ട് അതിനെ മലയാള ഭാഷയ്ക്ക് സ്വത്വം നൽകാൻ വേണ്ടി ഈ കവിത്രയങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി. ഇത്രത്തോളം അത് ഇൻ്റർലിങ്ക്ഡ് ആയിരുന്നു. ചോദ്യം അതാണ്, സംസ്കൃതം വന്ന് മലയാളത്തെ വിഴുങ്ങിയെന്നത്. ഈ വിഴുങ്ങിയെന്നുള്ള പ്രയോഗം അത്ര ശരിയാണ്. കാരണം ഭാഷകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിൽ കൂടിയാണ് എല്ലാ ഭാഷകളും പരിണമിച്ചു എന്നുള്ളതാണ്. ഭാഷകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം, നമുക്ക് നേരത്തെ പറഞ്ഞാൽ കുമ്പസാരം നമ്മുടെ വാക്കല്ല, കുമ്പസാരം പോർച്ചുഗീസാണ്. ലാറ്റിൻ വാക്കുകൾ നമുക്കുണ്ട്, സ്പാനിഷ് വാക്കുകൾ. മേശ നമ്മളെന്ന് പറയുന്ന വാക്കാണ്. മേശ നമ്മുടെ മലയാളമല്ല, അറിയാമല്ലോ. യെസ്. കസേര മലയാളമല്ല, മേശയും കസേരയൊന്നും മലയാളമല്ല. എനിവേ,
ഭാഷകൾ എങ്ങനെ സംസ്കൃതം നമുക്ക് 4-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് സംസ്കൃതം വളരെ സ്വായത്തമായിരുന്നു എന്നുള്ള സത്യമാണ്. സംസ്കൃതം ഒരുപാട് കലർന്നാണ് മലയാള ഭാഷ വികസിച്ചത്. അത് തമിഴിനോട് സംസ്കൃതം ചേർന്നാണ് മലയാളം വികസിച്ചത് എന്നുള്ളവരുടെ ആ വാദം ഇപ്പോൾ തള്ളിക്കളയപ്പെടുകയാണ്. പണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ധാരാളം സംസ്കൃതം സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ഞാനിത് പറഞ്ഞില്ലെന്നുള്ള ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലാക്കിയിട്ട് ഇന്ത്യയിൽ നമ്മൾ മലയാളികളാണ് മലയാളത്തിലേക്ക് മാറ്റിയത്. സംസ്കൃതം നമുക്ക് പണ്ടേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് കാവ്യാത്മകമാകുകയാണ്, അത് കവിതയാണ്, പറച്ചിലതി ഭംഗിയോടെ പറയാമെന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. പറയാനുള്ള കാര്യം വളരെ സ്പെസിഫിക്കായിട്ടും കൃത്യമായിട്ടും ക്രിസ്പ് എന്ന മലയാളം വാക്ക് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്ന പോലെ ക്രിസ്പായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ദഹിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അല്ലാതെ അതിന് ചമൽക്കാരമോ ചാരുതയോ കലർത്തുക എന്നുള്ളത് ഒരിക്കലും ഉദ്ദേശിക്കപ്പെട്ടില്ല. അത് അവർ ആവശ്യപ്പെട്ടിരുന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മിഷണറിമാരുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ ശാസനങ്ങളിലെ ഭാഷ, നേരത്തെ പറഞ്ഞ തരിശാപ്പള്ളി ശാസനം, വാഴപ്പള്ളി ശാസനം, ഇതിലൊക്കെയുള്ള തമിഴ് വരുന്ന മലയാളം അപ്പാടെ മാറുകയാണ്. പദ്യശൈലിയിൽ കുടുങ്ങി നിന്ന ഗദ്യം പാശ്ചാത്യ സ്വാധീനത്താൽ മാറപ്പെടുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാശ്ചാത്യ സ്വാധീനത്താൽ നമ്മൾ ഇന്നെഴുതുന്ന മലയാളം പാശ്ചാത്യ സ്വാധീനത്താലും ഉണ്ടായതാണ്. ഇവിടെ നടന്ന ഈ അലങ്കോലങ്ങൾ, ഇവിടെ നടന്ന ഈ ഭാഷാ കലാപങ്ങളാണ്. പാശ്ചാത്യ ആശയങ്ങൾ വന്നു കയറുന്നു സാഹിത്യത്തിലും പെരുമാറ്റങ്ങളിലും. അത് കൃത്യമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഇന്ദുലേഖ എന്നുള്ള ആദ്യത്തെ നോവലാണ്. അതിലെ കഥാപാത്രം, പ്രത്യേകിച്ചും അതിലെ കഥാനായിക പാശ്ചാത്യ ആശയങ്ങളിലാണ് സംവദിക്കുന്നത്. അതിലെ തൻ്റെ പ്രതിശ്രുത വരനുമായിട്ട് ഇന്ദുലേഖ തർക്കത്തിലേർപ്പെടുന്ന പാശ്ചാത്യ ആശയങ്ങളിൽ കൂടിയാണെന്നുള്ളത് അത് കൃത്യമായിട്ടോ ചന്തുമേനോൻ രചിച്ചതാണ്. അത് ഒരു മിഷനറിയോ ഒരു ക്രിസ്ത്യാനിയോ എഴുതിയതല്ല ഇന്ദുലേഖ. അത് മുഴുവൻ സവർണരുടെ കഥ കൂടിയാണ്. പക്ഷേ ഒരു പാശ്ചാത്യ ലോകമാണ് ഇന്ദുലേഖയുടെ വരികൾക്കിടയിൽ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഒരു പാശ്ചാത്യ ആശയങ്ങൾ നിബന്ധിച്ചിരിക്കുന്ന ഒരു ആഖ്യാനമാണ് ഇന്ദുലേഖയിലുള്ളത്. അതിലെ ഇന്ദുലേഖ തന്നെ പ്രധാന ക്യാരക്ടറായ പ്രധാന നായിക ഇന്ദുലേഖ തന്നെ പാശ്ചാത്യ ആശയങ്ങളിൽ കൂടിയാണ് തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. അത് വലിയ വൻമാറ്റമാണ്. മലയാള സാഹിത്യം അപ്പാടെ മാറുകയാണ്. പുതിയ നവനവോന്മേഷശാലിനി എന്നാണ് പറഞ്ഞ പ്രജ്ഞ നവനവോന്മേഷശാലിനി എന്ന് പറഞ്ഞതുപോലെ മാറപ്പെടുകയാണെന്നുള്ളതാണ്. പത്രമാസികൾ, പാഠപുസ്തകങ്ങൾ ഇവയിലൂടെ പാശ്ചാത്യ പരിഷ്കൃതികൾ പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെടുകയാണ്. അതോടെ ഇവിടുത്തെ ആദ്യകാലത്തെ മലയാള അധ്യാപകനാണ്. ഈ മലയാള അധ്യാപകൻ എന്ന നിലയിൽ എതിരൻ കതിരവൻ സാറിനോട്, എതിരൻ കതിരവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എതിരില്ലാത്തവനാണ് എതിരൻ കതിരവൻ എന്നാൽ സൂര്യനാണ്, എതിരില്ലാത്ത സൂര്യനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് പങ്കുവച്ചതിന്, വിശേഷിച്ചും ഹെൻറി ബേക്കർ കോളേജ് ജൂനിയറിൻ്റെ പേരിലുള്ള ഈ കോളേജിൽ, ആ കോളേജിന് ഈ പേര് നൽകിയ RB വർഗീസ് സാർ, ഈ കോളേജിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരുടെയും ഇവിടെ പഠിച്ച മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഒരു കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ സ്വയം ചെയ്യുന്ന ഒരു ആ കുറ്റബോധത്തിൽ നിന്ന് ഞാൻ ഒഴിവാകാൻ വേണ്ടി പറയുന്നതും കൂടിയാണ്. ഗിരീഷ് സാറ് പറഞ്ഞ ഒരു കാര്യം അതും കൂടെ പറഞ്ഞ് പരാമർശിച്ച് പോകണം. മലയാളത്തെ വിഴുങ്ങുകയല്ല, മലയാളത്തെ സമ്പന്നമാക്കി എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സംസ്കൃതം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മുഖമേ ഉണ്ടാവുകയില്ല. മുഖം സംസ്കൃതമാണ്. നഖം ഉണ്ടാവുകയില്ല, നഖം സംസ്കൃതമാണ്. അപ്പോൾ അടിമുടി മലയാളത്തെ നവീകരിച്ച് സുന്ദരമാക്കിയത് സംസ്കൃത ഭാഷയാണ്. ആ ഭാഷ നോക്കൂ, ഈ സംസ്കൃതം ഇല്ലായിരുന്നെങ്കിൽ മുഖത്തിന് പകരം നമ്മൾ മുഞ്ഞി എന്ന് പറഞ്ഞേനെ. തമിഴർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നഖത്തിന് പകരം നഗര് എന്ന് പറഞ്ഞേനെ. എന്താ പറയുന്നത് നഖത്തിന്? നഖം അല്ലെങ്കിൽ എന്തു പറയും? അറിയത്തില്ല. മുഖത്തിന് പകരം മുഞ്ഞി, മോന്തായം എന്നൊക്കെയല്ലേ പറയുള്ളൂ. അപ്പോൾ ഇത്ര ഈ സാറ് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം, കുമ്പസാരം മുതലുള്ള ഇങ്ങനത്തെ പദങ്ങൾ പറഞ്ഞത് എല്ലാ ഭാഷകളിൽ നിന്നും കടമെടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് സമ്പന്നമായൊരു ഭാഷയാണ്. അതിൽ ഈ മിഷണറിമാരാണ് നമുക്ക് ഭാഷയ്ക്ക് ഒരു വ്യക്തിത്വം, അസ്തിത്വം
നാമം പോലും നൽകിയത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരു വലിയ കയ്യടി അദ്ദേഹത്തിനും, ഇത് അദ്ദേഹത്തെ ക്ഷണിച്ചതിന് പ്രിൻസിപ്പൽ അടക്കമുള്ള എല്ലാവർക്കും ഒരു കയ്യടി കൊടുത്തു. വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ ബീന പോൾ, ഡോണ സെബാസ്റ്റ്യൻ എന്നിവർക്കും ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് VP നാസറിനും കോളേജ് മാനേജ്മെന്റ് ആദരവ് നൽകി. മുൻ പ്രിൻസിപ്പൽ റെവറന്റ് PV ജോസഫ്, ഈസ്റ്റ് കേരള ഡയോസിസ് ട്രഷറർ PC മാത്തുക്കുട്ടി, കോളേജ് ബർസർ റെവറന്റ് സൈമൺ P ജോർജ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സിബി പ്ലാത്തോട്ടം, ഓഫീസ് സൂപ്രണ്ട് ജോമോൻ ജോസഫ്, യൂണിയൻ ചെയർമാൻ ആശിഷ് രവികുമാർ, അധ്യാപകരായ ഡോക്ടർ ഡിഷ VJ, ഡോക്ടർ ആൻസ ആൻഡ്രൂസ്, ഡോക്ടർ നിഷ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു.